ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തു നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവസേനയിൽ ഇങ്ങനെ കൂടി വന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ദൈവം കൃപയെതിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അഭിഷക്ത ഗായകർ ആരാധനയുടെ കീർത്തനങ്ങൾ ആലപിക്കുന്നു. കർത്തൃദാസന്മാർ ആത്മനിറവിൽ ദൈവവചനം പ്രസംഗിക്കുന്നു. അങ്ങനെയുള്ള ആരാധനയാണ് വീട്ടിലെ സഭായോഗം. നിങ്ങൾക്കിത് അനുഗ്രഹമാണ്. ബൈബിളിൻ്റെ തീം എന്താണ്? ബൈബിൾ 66 പുസ്തകങ്ങളുണ്ട്. 66 പുസ്തകങ്ങൾ പല കാലഘട്ടങ്ങൾ എഴുതിയ 1600 വർഷങ്ങൾ കൊണ്ടാണ് എഴുതി തീർത്തത്. മോശയുടെ കാലത്ത് എഴുതി തുടങ്ങി. പിന്നീട് യോഹന്നാൻ അപ്പോസ്തലൻ പത്മസ്തീവിൽ കിടക്കുന്ന കാലം വരെയാണ് ഇതിൻ്റെ എഴുത്തിൻ്റെ കാലം. 1600 വർഷങ്ങൾക്കിടയിലുള്ള സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതൊരു തീമുണ്ട്. ഈ 66 പുസ്തകങ്ങൾ കൂടെ ചേർന്ന് ഒരു പൊതുവായ തീമുണ്ട്. ആ തീം വീണ്ടെടുപ്പ് എന്നാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ്. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ വീണ്ടെടുപ്പിൻ്റെ സബ്ജക്റ്റാണ് ബൈബിൾ പറയുന്നത്. ആദ്യം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളാണ്. പഴയ നിയമ പുസ്തകങ്ങൾ യഹൂദന്മാരുടെ മതഗ്രന്ഥമാണ്. അവരെ യഹൂദന്മാർ തോറ എന്ന് വിളിച്ചിരുന്ന മതഗ്രന്ഥമാണ് പഴയ നിയമ പുസ്തകം. തിരുവെഴുത്തുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീടുള്ള 27 പുസ്തകങ്ങൾ പുതിയ നിയമ കാലഘട്ടത്തിൽ എഴുതിയതാണ്. മലാക്കി പ്രവാചകന്റെ കാലം BC 430 ആ സമയത്താണ് പഴയ നിയമം എഴുതിയിരുന്നത്. പിന്നീട് 400 വർഷം ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാട് പറയുന്ന പ്രവാചകന്മാരാരും ഉണ്ടായിരുന്നില്ല. പിന്നീട് യേശുക്രിസ്തു വന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ വചനം, അവൻ്റെ ദൂത് അവൻ്റെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചു. അങ്ങനെ മത്തായി മുതലുള്ള സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ, അപ്പോസ്തലപ്രവൃത്തികൾ, സഭയുടെ ചരിത്രഗ്രന്ഥം, പിന്നെ ലേഖനങ്ങൾ ആണ്. റോമാലേഖനം മുതലുള്ള ലേഖനങ്ങൾ സഭയുടെ ഉപദേശ വിഷയങ്ങളെ വിശദീകരിച്ചിരിക്കുകയാണ്. അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം കൺസുമേഷനാണ്, പരിസമാപ്തിയാണ്. എല്ലാത്തിൻ്റെ ഒടുവിൽ എന്ന് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകം അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ എഴുതിയ എഴുത്തുകാർ ഒന്നുകിൽ അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ, അവരാണ് ആ പുസ്തകങ്ങൾ എഴുതിയത്. ഒന്നാമത് എഴുതിയ പുസ്തകം മത്തായി, ഒന്നാമത് ചേർത്തിരിക്കുന്ന പുസ്തകം. 27 പുസ്തകങ്ങൾ ഒന്നാമത് ചേർത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായി ആരാണ്? മത്തായിയുടെ പേര് ലേവി എന്നാണ്. യഹൂദ പേര്. കാലത്തെ അവർക്ക് യഹൂദ പേരും ഗ്രീക്ക് പേരും ഉണ്ടായിരുന്നു. സുറിയാനി ഗ്രീക്ക് പേരാണ് മത്തായി എന്നത്. അതിനകത്തെ വിഷയം സുവിശേഷമാണ്. അവൻ ലേവി ചുങ്കം പിരിവുകാരനായിരുന്നു. യഹൂദന്മാർക്ക് ഏറ്റവും അറപ്പുള്ള ഒരു കാര്യമായിരുന്നു യഹൂദ മക്കളുടെ കയ്യിൽ നിന്ന് കരം വാങ്ങിച്ച് റോമാക്കാർക്ക് കൊടുക്കുക. ആ ജോലി ചെയ്യുന്നവരെ അവർ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. ആ ജോലി ചെയ്യുന്ന ആളായിരുന്നു മത്തായി. അവർക്ക് വളരെ വരുമാനം ഉണ്ടായിരുന്നു. ചുങ്കം പിരിവുകാരനായ മത്തായിയെ ദൈവം കണ്ടിരുന്നു. യേശു അവനെ വിളിച്ചു പറഞ്ഞു, നീ ഇനി ചുങ്കം പിരിവിൻ്റെ കണക്കല്ല എഴുതേണ്ടത്, നിൻ്റെ പേന കൊണ്ട് എൻ്റെ സുവിശേഷം എഴുതണം. അവനെ ചുങ്കം പിരിവിൻ്റെ സ്ഥലത്ത് നിന്ന് വിളിച്ചിറക്കി. അങ്ങനെ മത്തായി സുവിശേഷകനായി മാറി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം എഴുതുന്ന പുസ്തകം അവനെഴുതി. മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം രാജകീയ സുവിശേഷമാണ്. 4 വിധത്തിലുള്ള സ്വഭാവങ്ങളാണ് 4 സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ 4 വിധത്തിലുള്ള സ്വഭാവങ്ങൾ. യേശുക്രിസ്തു രാജാവാണ്. അതാണ് മത്തായിയുടെ പ്രമേയം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാസനാണ്. അതാണ് മർക്കോസിൻ്റെ പ്രമേയം.
യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. അതാണ് ലൂക്കോസിൻ്റെ പ്രമേയം. യേശുക്രിസ്തു ദൈവപുത്രനാണ്. അതാണ് യോഹന്നാൻ്റെ പ്രമേയം. ഈ 4 സുവിശേഷങ്ങളും ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ 4 സ്വഭാവത്തെ കാണിക്കുകയാണ്. യേശുക്രിസ്തു രാജാവ് എന്ന് പറയുന്നത് കൊണ്ട് മത്തായി എഴുതി തുടങ്ങിയപ്പോൾ രാജകീയ വംശാവലിയാണ് ആദ്യം എഴുതുന്നത്. മത്തായി സുവിശേഷം വായിക്കുന്ന ഒരു യഹൂദനല്ലാത്ത ഒരാൾക്ക് അത്ഭുതം തോന്നുന്ന കുറേ പേരുകൾ, അബ്രഹാം ഇസ്ഹാക്കിനെ, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു എന്നിങ്ങനെ വായനക്കാർക്ക് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുക. ഒരു ടെലിഫോൺ ഡയറക്ടറി വായിക്കുന്ന പോലെ ഇരിക്കും. എന്നാൽ അത് എഴുതാൻ കാരണം യഹൂദന്മാർക്ക് വംശാവലി പ്രധാനമാണ്. അവൻ യഹൂദനാണ് തെളിയിക്കുന്ന അവൻ്റെ വംശാവലിയാണ്. ഞാൻ യെരുശലേമിൽ പോയ അവസരത്തിൽ അവിടെ ഒരു പുസ്തകക്കടയിൽ ചെന്ന്, കാർഡുകളൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളിനെ പരിചയപ്പെട്ടു. അയാളുടെ പേര് ജോൺ എന്നാണ്. എൻ്റെ പേരും ജോൺ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം ആരാണ്? അദ്ദേഹം നോവയുടെ കൊച്ചുമോനാണെന്ന് പറഞ്ഞു. ഞാനും നോവയുടെ കൊച്ചുമോനാണല്ലോ. അയാൾ പറഞ്ഞ് ഞങ്ങൾക്ക് രേഖയുണ്ട്, കുടുംബ വംശാവലിയുണ്ട്. ആ വംശാവലി അനുസരിച്ച് ഞങ്ങൾ നോഹയുടെ കൊച്ചുമക്കളിൽപ്പെടുന്ന ആളാണ്. അങ്ങനെ അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് വംശാവലിയാണ്. രാജകീയ വംശാവലിയാണ് മത്തായി കാണുന്നത്. യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് തെളിയിക്കുവാനാണ്. അത് മത്തായിയിലെ ഒരു പ്രധാന വിഷയമാണ്. യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ. 18 പ്രാവശ്യം മത്തായിയുടെ സുവിശേഷത്തിൽ ദാവീദ് പുത്രൻ എന്നെഴുതിയിട്ടുണ്ട്. ദാവീദ് പുത്രൻ, യേശുക്രിസ്തുവിനെ ദാവീദ് പുത്രൻ. ഒരു കാത്തിരുന്നതാണ്. ദാവീദ് പുത്രൻ വരുമ്പോൾ ഇവർക്ക് റോമാക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും, യഹൂദന്മാരുടെ രാജ്യം സ്വതന്ത്രമാകും എന്നവർ പ്രത്യാശിച്ചിരുന്നു. രാജ്യം സമീപിച്ചു. രാജ്യത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ രാജ്യത്തിൽ പ്രധാനമായത് റോമാക്കാരിൽ നിന്ന് അധികാരം മാറ്റി യഹൂദന്മാരുടെ രാജ്യം സ്ഥാപിക്കും. അങ്ങനെ വന്ന രാജാവാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കണം. എന്നാൽ യേശുക്രിസ്തു അങ്ങനത്തെ രാജാവല്ല. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ കർത്താക്കന്മാരുടെ കർത്താവാണ്. യഹൂദ ഗോത്രത്തിൽ ജനിക്കാൻ പോകുന്ന മശിഹായെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ മശിഹയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുകയാണ് മത്തായി. തുടങ്ങുന്നത് എങ്ങനെയാണ്? വംശാവലി രേഖ. ദാവീദിൻ്റെ പുത്രനും അബ്രഹാമിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ. അങ്ങനെയാണ് ഗ്രീക്ക് ഭാഷയിൽ. ആദ്യം അബ്രഹാമിൻ്റെ പേരല്ല, ദാവീദിൻ്റെ പേരാ. ദാവീദിൻ്റെ പുത്രനും അബ്രഹാമിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി രേഖ. അതാണ് ആദ്യത്തെ അധ്യായം. എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു അബ്രഹാമിൻ്റെ പുത്രൻ എന്നത് ഏറ്റവും ഒരു പൊതുവായിട്ടുള്ള ടേമാണ്. അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരെല്ലാവരും അബ്രഹാമിൻ്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രാധാന്യമില്ല. എന്നാൽ അതിൻ്റെ സന്തതി പരമ്പരയിൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ വരുന്ന, ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്ന മശിഹ, അതാണ് മത്തായി ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. വംശാവലി നോക്കിയാൽ നമുക്കറിയാം, എല്ലാവരുടെയും കാര്യത്തിൽ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു, ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രാജാവെന്ന് ചേർത്താ പറഞ്ഞത്. അവിടെ ദാവീദിൻ്റെ കാര്യത്തിൽ മാത്രമേ അങ്ങനെ എടുത്തു പറഞ്ഞുള്ളൂ, ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അങ്ങനെ 1-ാം അധ്യായത്തിൽ രാജകീയ വംശാവലിയാണ്. ദാവീദിൻ്റെ രാജകീയ വംശാവലി. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കിഴക്ക് ജാതികളുടെ ആകാശത്ത് മശിഹാപ്പിറവിയുടെ നക്ഷത്രം ഉദിച്ചു. മത്തായി മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. കിഴക്ക് ജാതികളുടെ ആകാശത്ത് പിറവിയുടെ നക്ഷത്രം ഉദിച്ചു. മശിഹ പിറന്നതിൻ്റെ അടയാളമായിട്ട് ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു. ആ നക്ഷത്രം ജാതികൾ കണ്ടു. ജാതികളിലെ ആരാണ്? നക്ഷത്രശാസ്ത്രം പഠിച്ചിരുന്ന ആളുകളുണ്ട് അക്കാലത്ത്. അവർ ആകാശത്ത് ഉള്ള അടയാളങ്ങൾ നോക്കുകയും നക്ഷത്രങ്ങളെക്കുറിച്ച് പേരിട്ട് വിളിക്കുകയും അതിൻ്റെ സ്ഥാനവും
അതിൻ്റെ ചലനവും എല്ലാം പഠിച്ചിരുന്നവരാ. അത് ചെയ്തിരുന്നത് വലിയ ഗ്രൗണ്ടിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ഒരാകാശത്തേക്ക് നോക്കിക്കിടക്കും. ഏതെങ്കിലും ഗ്രൗണ്ടിൽ 3-4 പേരൊന്നിച്ചാണ് കിടക്കുന്നത്. അവരെ എന്നിട്ട് ഓരോരുത്തർ എന്തെങ്കിലും കണ്ടെങ്കിൽ താണ്ട് ആ തിളച്ചമുള്ള നക്ഷത്രം നോക്ക്, അത് ചലിക്കുന്നുണ്ട്, അത് പോകുന്നുണ്ട്, നീങ്ങുന്നുണ്ട്, ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന ആളുകൾ അന്ന് പഠിച്ചിരുന്ന നക്ഷത്രശാസ്ത്രത്തിൽ അവർക്കൊരു അത്ഭുതം കാണാനിടയായി. ഒരത്ഭുത സംഭവം ഉണ്ടായിരിക്കുന്നു. മശിഹ പിറന്നിരിക്കുന്നു. മശിഹ ആരാണ്? യഹൂദന്മാരുടെ രക്ഷകനാണെന്ന് ജാതികൾക്കറിയാം. കാരണം അന്ന് എല്ലായിടത്തും 10 യഹൂദന്മാരുള്ളിടത്തും ഒരു സിന്നഗോഗ് ഉണ്ടായിരുന്നു. 10 യഹൂദന്മാർ മേജർ പുരുഷന്മാർ ഉള്ള സ്ഥലത്ത് സിന്നഗോഗ് ആരംഭിക്കാനായിട്ട് അവർക്ക് സന്നിധി സംഘം അനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ എവിടെയെല്ലാം അവർ കുടിയേറി പാർത്തോ, പട്ടണത്തിലും ഗ്രാമത്തിലും എല്ലാം അവർക്ക് ഈ ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നു, സിന്നഗോഗുകൾ ഉണ്ടായിരുന്നു. സിന്നഗോഗിൽ അവരുടെ പ്രധാന പ്രസംഗ വിഷയം മശിഹായെക്കുറിച്ചായിരുന്നു. വരാനുള്ള മശിഹായെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളെ പഠിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് ജാതികളുടെ പട്ടണങ്ങളിലും രാജ്യങ്ങളിലെല്ലാം മശിഹ യഹൂദന്മാരുടെ രാജാവായി രക്ഷകൻ വരുന്നു എന്നുള്ള സന്ദേശം യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് അവരെല്ലാം അത് കാത്തിരുന്നു. അപ്പോഴാണ് നക്ഷത്രം കണ്ടത്. ഇപ്പോൾ അന്യോന്യം പറഞ്ഞു അവർക്ക് മനസ്സിലായി ഇത് രക്ഷകന്റെ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തെ പഠിക്കുന്നവർ വളരെ കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഒരു അന്യോന്യം അറിയിച്ചു. 3 പേരല്ല 30 പേര് ഉണ്ടെന്നാണ് ചില ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചിലർ അത് കൂടുതൽ എഴുതിയിട്ടുണ്ടാവും. 30 പേരാണെങ്കിൽ പോലും ഇവരെല്ലാം ജാതീയ പ്രഭുക്കന്മാരായിരുന്നു, രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാർ കിഴക്ക് നിന്ന് കപ്പം കൊണ്ടുവരും എന്ന മശിഹായെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന പ്രവചന നിവൃത്തിയായിട്ട് വന്ന ആളുകളാണിവർ. 3 പേരല്ല തിരിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവരും തമ്മിൽ അറിയിച്ചനുസരിച്ച് കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു കൂട്ടം വിദ്വാൻമാരാണ് വന്നത്. കിഴക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ആളുണ്ടായിരുന്നു എന്ന് കരുതുന്നുണ്ട്. ചൈന, ഇന്ത്യ, ഇറാൻ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളായിരുന്നു ഈ വിദ്വാൻമാർ. അവർ ഈ നക്ഷത്രത്തെ അനുഗമിച്ചു. അങ്ങനെ യെരുശലേമിലെത്തി. യെരുശലേമിൽ വന്നപ്പോൾ യെരുശലേമിൽ രാജാവ് ഹെരോദാവാണ്. ഹെരോദാവ് രാജാവിൻ്റെ കാലത്താണ് യേശു പിറക്കുന്നത്. ഹെരോദാവ് ഒരു വലിയ കുടുംബമാണ്. ഹെരോദ്യ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെരോദാവ്, ഏറ്റവും സീനിയറായ ആളാണ് അന്ന് ജീവിച്ചിരിക്കുന്നത്. ആ ഹെരോദാവാണ് യെരുശലേം ദേവാലയം പണിത്. ഹെരോദാവ് വൃദ്ധനായിരുന്നു, എങ്കിലും അധികാരമോഹിയായിരുന്നു. അവിടെ വന്ന് രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലല്ലേ പിറക്കുന്നത് എന്ന് ഈ വിദ്വാൻമാർ ഊഹിച്ചിട്ട് കൊട്ടാരത്തെ തിരക്കി ചെന്നു. യഹൂദന്മാർ രാജാവായി പിറന്നവൻ ഇവിടെ, അവൻ നക്ഷത്രം ഞങ്ങൾ കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുക. ഹെരോദാവ് പേടിച്ചു. ഹെരോദാവിനും അറിയാം ഹെരോദാവിൻ്റെ അമ്മ യഹൂദ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് യഹൂദ ചിന്തയനുസരിച്ച് വരാനുള്ള രാജാവിനെ കുറിച്ച് അവനും അറിയാമായിരുന്നു. മശിഹ ആണത്. മശിഹ വന്നെങ്കിൽ അവൻ്റെ രാജ്യത്വം പോകും, അവൻ്റെ കിരീടം ഉറയ്ക്കത്തില്ല, അവൻ്റെ സിംഹാസനം നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അവന് പെട്ടെന്ന് അലർട്ടായി. അവൻ ചോദിച്ചു, എവിടെയാ? അവർ പറഞ്ഞു, ഞങ്ങൾ നക്ഷത്രം കണ്ടെന്നേ ഉള്ളൂ, എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങൾ പോയി കണ്ടിട്ട് അവനെ നമസ്കരിച്ചിട്ട് എൻ്റെ അടുക്കൽ വന്ന് എവിടെയാണ് അവനെന്ന് പറഞ്ഞു തരണം. എനിക്കും പോയി അവനെ നമസ്കരിക്കണം. അവൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമായിരുന്നു. അവന് മശിഹായെ കൊല്ലാനായിരുന്നു. മശിഹായിട്ട് പിറന്ന ആളിനെ കൊന്നുകളയാൻ അവൻ ഉദ്ദേശിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സ് ആര് കണ്ടു? ദൈവം യേശുവിൻ്റെ പക്ഷത്തായിരുന്നുകൊണ്ട് യേശു കുഞ്ഞിനെ കൊല്ലുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹെരോദാവ് മരിക്കുകയും ചെയ്തു. അതിന് മുമ്പ് അവൻ ബേത്ലഹേമിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലിച്ചു. 10-15 കുഞ്ഞുങ്ങളെയെങ്കിലും കൊന്നു കാണും. ചെറിയൊരു പട്ടണമായിരുന്നു ബേത്ലഹേമിൽ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ 2 വയസ്സിൽ താഴെ പ്രായമുള്ളവർ കാണത്തില്ല. അവരെ കൊന്നു. അവൻ്റെ വിചാരം യേശുവിനെ കൊന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ ദൈവത്തിൻ്റെ ദൂതൻ യോസേപ്പിനോട് പറഞ്ഞു, മറിയയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നീ
മിസ്രൈമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ മിസ്രൈമിലേക്ക് പോയി. യാത്ര ചെയ്ത് കഴിഞ്ഞാണ് ഹെരോദാവ് വരുന്നത്. അവരെ മിസ്രൈമിൽ പോയത് പ്രവചനം നിവൃത്തിയാണ്. മിസ്രൈമിൽ നിന്ന് എൻ്റെ മകനെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹോശേയ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകുവാൻ ദൈവത്തിൻ്റെ പുത്രനെ മിസ്രൈമിൽ നിന്ന് ദൈവം വിളിച്ചു വരുത്തി. അങ്ങനെ അവൻ മിസ്രൈമിൽ പോയി. ആ പ്രവചനം നിവൃത്തിയായി. യേശുക്രിസ്തുവിൻ്റെ ഈ സ്വഭാവങ്ങൾ പ്രധാനമായിട്ടുള്ള 4 സ്വഭാവങ്ങളാണ്. യേശുക്രിസ്തു രാജാവാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദാസനാണ്. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ രാജാവാണ്. അവൻ ദാവീദിൻ്റെ പുത്രനാണ്. മശിഹയാണ്. വരാനുള്ള രാജാവാണ്. രാജാക്കന്മാരുടെ രാജാവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവൻ ദൈവത്തിൻ്റെ ദാസനാണ്. ദൈവത്തിൻ്റെ ഭൃത്യനാണ്. ലൂക്കോസിൻ്റെ വിശേഷത്തിൽ അവൻ ദൈവ മനുഷ്യനാണ്. പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയത് ഈ വചനത്തെക്കുറിച്ച്. ഈ വചനം യേശു ക്രിസ്തുവാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ് ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതെ, അവൻ ലോഗോസിനെ കുറിച്ച് പറയാം. ലോഗോസാണ് ദൈവപുത്രൻ. സകലവും അവൻ മുഖാന്തരം ഉളവായി. ലോഗോസ് മുഖാന്തരമാണ് സകലം ഉളവായത്. സകലത്തെയും ആദ്യം സൃഷ്ടിച്ചവൻ യേശുക്രിസ്തുവാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തെളിയിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം രാജാവാണല്ലോ. അതുകൊണ്ട് യഹൂദന്മാരുടെ യാത്രാവേളയിൽ ഒരു 4 കൊടിയടയാളങ്ങൾ സ്വീകരിച്ചിരുന്നു. കിഴക്കൻ ഗോത്രങ്ങൾ സ്വീകരിച്ചിരുന്ന കൊടിയടയാളം യഹൂദയുടെ കൊടിയടയാളമായിരുന്നു. അത് സമൂഹമായിരുന്നു. പിന്നെ അടുത്ത ദാസനായിരുന്നു മർക്കോസിന്റെ വിശേഷം. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ഭൃത്യൻ, കാളയുടെ പ്രതീകമായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. അവൻ ദൈവപുത്രനായിരുന്നു. അത് കഴുകാണ്, കഴുകിൻ്റെ രൂപമാണ്. അവൻ മനുഷ്യപുത്രനാണ്. ലൂക്കോസ് അതാണ് ഉപയോഗിച്ച്. അത് മനുഷ്യമുഖമാണ്. ഈ കൊടിയടയാളം അവരുടെ പാളയത്തിൽ അവർ ഉയർത്തിയിരുന്നു എന്ന് ജോസീഫസ് എഴുതിയിട്ടുണ്ട്. 4 കൊടിയടയാളം. അവർ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കൊടിയടയാളം കൊടി ഉയർത്തിക്കൊണ്ടാണ് പോയി. യഹൂദൻ്റെ കീഴിൽ 3 ഗോത്രങ്ങൾ, അങ്ങനെ എഫ്രൈമിൻ്റെ കീഴിൽ 3 ഗോത്രങ്ങൾ, രൂബേൻ്റെ കീഴിൽ 3 ഗോത്രങ്ങൾ, അങ്ങനെ 3 ഗോത്രങ്ങൾ വീതം 4 വശത്തും. യഹൂദ രാജാക്കന്മാരുടെ രാജാവെന്ന നിലയിൽ അവനെ പ്രകീർത്തിച്ചു. അവന് രാജകീയ വംശാവലി തന്നു. അവന് രാജകീയ ജനനം തന്നു. അവൻ്റെ ജനനത്തിങ്കൽ ഒരു നക്ഷത്ര ഉദിച്ച കാര്യം എഴുതി. മർക്കോസ് എഴുതിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ ഭൃത്യനായിരുന്നു. ദൈവത്തിന് സകലവും അനുസരിക്കുന്ന, ദൈവത്തിനുണ്ടെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യനായിട്ട് വന്നവനാണ്. പിന്നെ അവൻ മനുഷ്യപുത്രനായിരുന്നു. അതാണ് ലൂക്കോസ് എഴുതിയത്. അവൻ ദൈവപുത്രനായിരുന്നു. അതാണ് യോഹന്നാൻ എഴുതിയത്. ഈ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ 4 സ്വഭാവത്തെ കാണിക്കുകയാണ്. ഇവർ മരുഭൂമിയിൽ യാത്ര അഴിച്ച് പാളയമടിച്ച് കിടക്കുമ്പോൾ ഈ കൊടിക്കീഴിലാണ്. 3 ഗോത്രങ്ങൾ യഹൂദയുടെ കൊടിക്കീഴിൽ വേണം. അത് ദൈവം നിർദ്ദേശിച്ച അതൊക്കെ ഗോത്രങ്ങളാണ്. കിഴക്കേ വശത്ത് യഹൂദയുടെ ഗോത്രമാണ് ഈ സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് വശം. സമാഗമന കൂടാരത്തിൻ്റെ പടിഞ്ഞാറ് വശം 3 ഗോത്രങ്ങൾ. വടക്ക് വശമാണ് രൂബേൻ, ദാൻ ഗോത്രം. രൂബേൻ മനുഷ്യമുഖത്തെ കാണിക്കുക. ലൂക്കോസിന്റെ വിശേഷം ദാൻ ഗോത്രം ദൈവപുത്രനാണെന്ന് കാണിക്കുക. അതായിരുന്നു വടക്ക് വശത്ത്. യാത്രയിൽ മരുഭൂമിയിൽ അവര് യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടിയെ ഉയർത്തിയത്. അന്ന് പഴയകാലത്തും അവർ ഉയർത്തിയത് യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടി. യേശു ആരാണ്, അവൻ്റെ പ്രകൃതി എന്താണ്, അവൻ എന്തിനാണ് വരുന്നത് എന്ന് യേശു ജനിക്കാൻ 1500 കൊല്ലം മുമ്പ് തന്നെ യഹൂദന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്ന ആദിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടിൽ ഏതാണ് ആദ്യത്തെ ആദി?
ആദ്യത്തെ ആദി വചനത്തിൻ്റെയാ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറയുന്നത് രണ്ടാമത്തെ ആദിയാണ്. ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ആകാശവും ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് ലോഗോസ് മുഖാന്തരമാണ്. ലോഗോസ് വന്നതാണ് ആദ്യത്തെ ആദി. ലോഗോസ് എന്ന് പറയുന്നത് വചനമായവൻ എന്നതിൻ്റെ ഗ്രീക്ക് വാക്കാണ്. യേശുക്രിസ്തു ആയിരുന്നു വചനമായവൻ. അവനിൽ കൂടെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഭാഷയിൽ അത് പ്രപഞ്ചമെന്ന പ്രപഞ്ചത്തെ പറയുന്ന വാക്കാണ് ആകാശഭൂമി. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണ്. അവൻ മനുഷ്യജന്മമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ എഴുതുകയാണ് ക്രിസ്തുവിനെ കുറിച്ച്. അങ്ങനെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് 4 സുവിശേഷങ്ങളും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവ്, യേശുക്രിസ്തു രാജാതി രാജാവ്, യേശുക്രിസ്തു കർത്താതി കർത്താവ്, യേശുക്രിസ്തു സകലത്തിനും മീതെയുള്ളവൻ, യേശുക്രിസ്തു ആദിയും അന്തവുമില്ലാത്തവൻ, യേശുക്രിസ്തു സകലത്തിനും ഉന്നതനായവൻ. അവനെയാണ് വേദപുസ്തകം പ്രകീർത്തിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണതയുണ്ടായി. യേശുക്രിസ്തു ഇല്ല എങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടയാളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, യേശുക്രിസ്തുവിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൻ്റെ അർത്ഥം വെളിപ്പെടുന്ന ക്രിസ്തുവിലാണ്. നിങ്ങൾക്ക് അങ്ങനെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഒരു ഹൃദയത്തിൽ വെളിപ്പെടാൻ ഇടയാക്കണേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. God bless you.